ഹായ്, എല്ലാവർക്കും മിഷ സോണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി. ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മേടിച്ചപ്പോൾ എൻ്റെ ബോൺലെസ് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിരുന്നു. അപ്പോൾ അത് ഒരുപാട് നീളത്തിൽ എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ മിക്സിലിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, മിനിമം. എന്നിട്ട് സൺഫ്ലവർ ഓയിലിൽ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് മുരിഞ്ഞു പോകരുത്. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ കോരി എടുത്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം വറുത്ത് കോരി വെച്ചതിന് ശേഷം വേറൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽമുളകും കൂടെ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചൈനീസ് കുക്കിങ്ങിലൊക്കെയും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമല്ലോ, ഒരുപാട് അങ്ങോട്ട് കുക്കാവില്ല. ഇനി അതിലേക്ക് നീളത്തിൽ അരിഞ്ഞുള്ള സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവോള ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് ക്യാപ്സിക്കം, ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ടുണ്ട്. പല കളറിലെ ക്യാപ്സിക്കം ഇടാൻ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റെഡ് ചില്ലി സോസാണ് ശരിക്കും ചേർക്കേണ്ടത്. അപ്പോഴാണ് ആ ഡ്രാഗൺ ചിക്കൻ നല്ല കളർഫുള്ളായിട്ടിരിക്കുള്ളൂ. എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല, ഇതാണ് ഞാൻ ചേർത്തത്. ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളകിയതിന് ശേഷം നമ്മളതിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുകയാണ്. എപ്പോഴും ഫ്ലെയിം ഹൈ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ സോസ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത കാഷ്യൂയും പിന്നെ വെളുത്ത എല്ലാം ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡിയാണ്. ചപ്പാത്തിയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി ഡിഷാണ്. ട്രൈ ചെയ്യണേ.